ഒരു ക്വസ്റ്റ്യൻ വരുന്നു. ചെക്ക് വെദർ y1 ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്, y2 ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് ആർ സൊല്യൂഷൻസ് ഓഫ് ദ ODE y ഡബിൾ ഡാഷ് മൈനസ് വൈ ഈക്വൽ ടു 0. അതായത് ഈ രണ്ട് തന്നിട്ടുള്ള ഫങ്ഷൻസ്, ഈ ഇതാണ് ഒരു ODE, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൻ്റെ സൊല്യൂഷൻസ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ആവുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് വെച്ചിട്ട് ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷനും കൂടെ കാണാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എന്തായാലും കണ്ടുപിടിക്കേണ്ട രണ്ട് കാര്യങ്ങൾ: ജനറൽ സൊല്യൂഷനും കാണണം, പർട്ടിക്കുലർ സൊല്യൂഷനും കാണണം. ജനറൽ കണ്ടുവച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ, പർട്ടിക്കുലർ കാണാൻ പറ്റും. ഇനി ചെക്ക് വെദർ ദീസ് ടു ഫങ്ഷൻസ് ആർ സൊല്യൂഷൻസ്, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, y1 y2 എന്ന് തന്നിട്ടുള്ള ആ രണ്ട് ഫങ്ഷൻസ് ആ ODEൻ്റെ സൊല്യൂഷൻ ആവുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ y1 ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് മാത്രം ആദ്യം ഞാൻ കൺസിഡർ ചെയ്തു. y1 ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ സൊല്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിലോട്ട് ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഈക്വൽ ടു 0 കിട്ടണം. ഇവിടെ ഈക്വൽ ടു 0 അല്ലേ ഉള്ളത്, അതുകൊണ്ട് ഈക്വൽ ടു 0 കിട്ടണം. നമ്മുടെ ഇക്വേഷൻ y ഡബിൾ ഡാഷ് മൈനസ് വൈ ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് വേണ്ടത്, y ഉണ്ട്, y ഡബിൾ ഡാഷ് ഉണ്ട്. yക്ക് പകരമാണ് ഇവിടെ ആരുള്ളത്, y1 ഉള്ളത്. ഇനി നമുക്ക് ആരെക്കൂടെ വേണം, y1 ഡബിൾ ഡാഷ് കാണണം. y1 ഡബിൾ ഡാഷ് കാണിക്കില്ലേ, ആദ്യം ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, സെക്കൻഡ് ഡെറിവേറ്റീവ് എന്നാണ് അർത്ഥം. സെക്കൻഡ് ഡെറിവേറ്റീവ് കാണിക്കില്ല, ആദ്യം എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ. ഇനി y1 ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് y1 ഡാഷ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ഇ റൈസ് ടു എക്സ് തന്നെ. ഇനി ഈ ഇക്വേഷനിലോട്ട് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇ റൈസ് ടു എക്സ് മൈനസ്, ഇനി എന്താ, വൈക്ക് പകരമുള്ള ആൾ ആരാ, y1, ഇ റൈസ് ടു എക്സ്. ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു എക്സ് ചെയ്താൽ എന്ത് കിട്ടാം, 0 കിട്ടുന്നുണ്ട്. ഇത് ഈക്വൽ ടു 0 എന്നല്ലേ ഉള്ളത്, ഇത് രണ്ടും വാല്യൂ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈക്വൽ ടു 0 കിട്ടി. Therefore y1 ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഈസ് എ സൊല്യൂഷൻ ഓഫ് y ഡബിൾ ഡാഷ് മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. ഇത് ഒന്നാമത്തത് സൊല്യൂഷൻ ആണെന്ന് കണ്ടുവച്ചു. ഇനി y2 ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ സൊല്യൂഷൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഇക്വേഷനിൽ y2 ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈക്വൽ ടു 0 കിട്ടണം. ഇവിടെ എന്താണോ വാല്യൂ ഉള്ളത് ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇപ്പുറത്തുള്ള ആളെ കിട്ടണം. അപ്പോൾ വൈക്ക് പകരം y2 ഉണ്ട്, y ഡബിൾ ഡാഷിന് പകരം എന്ത് ചെയ്യണം, y2 ഡബിൾ ഡാഷ് കാണണം. y2 ഡബിൾ ഡാഷ് കാണിക്കാൻ ആദ്യം എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു -1 എന്ന് വെച്ചാൽ മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് y2 ഡബിൾ ഡാഷ് എന്ന് വെച്ചാൽ എന്താ, ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇനി ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു -1, അപ്പോൾ മൈനസും മൈനസും ചേരുമ്പോൾ പ്ലസ് ആയി ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് തന്നെ വന്നു. ഇനി ഇതും എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിലോട്ട് ഇട്ടെടുക്കുക, y ഡബിൾ ഡാഷ്. അപ്പോൾ y2 ഡബിൾ ഡാഷ് ഇ റൈസ് ടു മൈനസ് എക്സ് മൈനസ് y2ന് പകരം എന്താ, ഇ റൈസ് ടു മൈനസ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ്, 0 കിട്ടുന്നുണ്ട്. ആൻസർ കിട്ടിയല്ലോ. Therefore y2 ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് ഈസ് എ സൊല്യൂഷൻ ഓഫ് y ഡബിൾ ഡാഷ് മൈനസ് വൈ ഈക്വൽ ടു 0. സൊല്യൂഷൻ ആണെന്ന് കിട്ടി. ഇനി നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം പറയുന്ന y1 y2 എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷൻസ് ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ y ഓഫ് എക്സ് ഈക്വൽ ടു c1 y1 ഓഫ് എക്സ് പ്ലസ് c2 y2 ഓഫ് എക്സ്, ഇതും എന്തായിരിക്കും, അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ഇങ്ങനെയുള്ള സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ആദ്യം കാണാൻ പോകുന്നത്, ജനറൽ സൊല്യൂഷനാണ് കാണാൻ പോകുന്നത്. അതൊന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് എന്ത് ചെയ്യുക, y ഓഫ് എക്സ് ഈക്വൽ ടു c1 ഇൻറ്റു y1 ഓഫ് എക്സിന് പകരം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്ന y1 എന്താണോ അത് തന്നെ എഴുതാം. c2 ഇൻറ്റു y2 എന്ന് പറയുന്നത് എന്താ, ഇ റേസ് ടു മൈനസ് എക്സ്.
ഇ റേസ് ടു മൈനസ് എക്സ്. ഇതായിരിക്കും എന്ത്? ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ജനറൽ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്ത ചെയ്യുന്നത് എന്താ? പർട്ടിക്കുലർ സൊല്യൂഷനും കാണുക ചെയ്യാം. പർട്ടിക്കുലർ സൊല്യൂഷൻ കാണുമ്പോഴാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ള 2 ഇനീഷ്യൽ കണ്ടീഷൻസ് ഉണ്ട്, ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാം. ഇപ്പം നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു ജനറൽ സൊല്യൂഷൻ ഉണ്ട്. y ഓഫ് എക്സ് ഈക്വൽ ടു c1 ഇ റേസ് ടു എക്സ് പ്ലസ് c2 ഇ റേസ് ടു മൈനസ് എക്സ്. ഇതാണ് നമ്മളെ കയ്യിലുള്ള തന്നിട്ടുള്ള 2 ഇനീഷ്യൽ കണ്ടീഷൻ. y ഓഫ് 0 ഈക്വൽ ടു 6ഉം y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു -2. ഇത് രണ്ടുമാണ് തന്നത്. ഇനി ഇത് വെച്ചിട്ടും ഇതിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ നോക്ക്, y ഓഫ് 0 ഈക്വൽ ടു 6. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് എന്തുണ്ട്? 0 ഉണ്ട്. അപ്പോൾ y ഓഫ് 0 ഈക്വൽ ടു 6 എന്ന് പറയുന്ന കണ്ടീഷൻ മാത്രം എടുത്തു. അത് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? y ഓഫ് 0 ഈക്വൽ ടു c1 ഇ റേസ് ടു 0 പ്ലസ് c2 ഇ റേസ് ടു -0 എന്ന് വരും. -0 എന്ന് പറയൂല, 0 എന്ന് തന്നെ പറയുള്ളൂ. അതായത് ഈ കണ്ടീഷനിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അതിൻ്റെ അവിടെ എന്ത് ചെയ്യാം? 0 കൊടുക്കുക. അപ്പോൾ y ഓഫ് 0 എന്ന് പറഞ്ഞാൽ 6 ഈ y ഓഫ് 0 അപ്പോൾ എന്തിനോട് ഈക്വലായി? 6നോട് ഈക്വലായി. c1 ഇ റേസ് ടു 0ൻ്റെ വാല്യൂ എന്താ? 1. അപ്പോൾ ഇ റേസ് ടു 0ന് പകരം 1 ആയി. പ്ലസ് c2 ഇ റേസ് ടു 0 തന്നെയാണ്, -0 എന്ന് പറയൂല, അപ്പോൾ c2 എന്ന് കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മളെ കയ്യിലുള്ള രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു -2. പക്ഷെ ഇവിടെ എന്താ ഉള്ളത്? yൻ്റെ ഇക്വേഷനാണ് ഉള്ളത്. y ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഈ തന്നിട്ടുള്ള ഇക്വേഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാന്ന് പറയുമ്പോൾ എന്താ വരിക? y ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു c1 ഇ റേസ് ടു എക്സ്. എക്സിലല്ലേ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, അപ്പോൾ c1 കോൺസ്റ്റൻറ്റ്, അത് അതുപോലെ വെച്ചു. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ, പ്ലസ് c2 കോൺസ്റ്റൻറ്റ് അവിടെ വെച്ചു. ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു -1 വരും. അപ്പം മൈനസും പ്ലസും ചേരുമ്പം c1 ഇ റേസ് ടു എക്സ് പ്ലസും മൈനസും ചേരുമ്പം മൈനസ് c2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതി. ഇപ്പം എന്ത് കിട്ടി? y ഡാഷിൻ്റെ ടേമിലുള്ള ഇക്വേഷൻ കിട്ടി. ഇനി ഇവിടെ എന്ത് ചെയ്യുക? എക്സിന് പകരം 0 കൊടുക്കുക. അപ്പം എന്ത് വരും? y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു c1 ഇ റേസ് ടു 0 മൈനസ് c2 ഇ റേസ് ടു 0. ഇനി y ഡാഷ് ഓഫ് 0 ഏതിനോട് ഈക്വലാ? -2നോട്. -2 ഈക്വൽ ടു c1 ഇ റേസ് ടു 0 എന്ന് വെച്ചാൽ 1 മൈനസ് c2 ഇൻറ്റു 1. രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. ഇനി 1ഉം 2 കൺസിഡർ ചെയ്യാം. 2 ഇക്വേഷൻ കിട്ടിയല്ലോ. 6 അതിന് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ എഴുതുന്നത് c1 പ്ലസ് c2 ഈക്വൽ ടു 6, c1 മൈനസ് c2 ഈക്വൽ ടു -2. 2 ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാം. 1 പ്ലസ് 2 1ഉം 2ഉം തമ്മിൽ ആഡ് ചെയ്തു. അപ്പോൾ c1 പ്ലസ് c2, c1 എന്ന് പറയുമ്പോൾ എന്താ വരിക? 2c1 വരും. പ്ലസ് c2 പ്ലസ് മൈനസ് c2. അപ്പോൾ പ്ലസും മൈനസും ചേരുമ്പോൾ എന്തായി? മൈനസ് c2 മൈനസ് c2 എന്ന് പറയുമ്പോൾ എന്തായി? 0. അത് പിന്നെ എഴുതണ്ട. 6 പ്ലസ് -2, 6 മൈനസ് 2 എന്ന് പറയുമ്പോൾ 4. 6 മൈനസ് 2 4. നമുക്ക് c1 അല്ലേ ഇവിടുന്ന് കാണേണ്ടത്. അപ്പോൾ 2 ഇൻറ്റു c1 ആണ് 2c1 എന്ന് പറയുന്നത്. ഇൻറ്റു എന്നുള്ളത് ഈക്വൽ ടുവിനപ്പുറം പോകുമ്പം 4/2 എന്ന് വരും. 4/2 എന്ന് പറഞ്ഞാൽ 2. c1 ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഈ കിട്ടിയ c1ൻ്റെ വാല്യൂ ഇതിലുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുക. ഇക്വേഷൻ 1ലാണ് ഞാൻ കൊടുക്കുന്നത്. c1 പ്ലസ് c2 ഈക്വൽ ടു 6 ആണ്. അതിൽ c1ന് പകരം 2 പ്ലസ് c2 ഈക്വൽ ടു 6. c2 അല്ലേ കാണേണ്ടത്. അപ്പോൾ ഈ 2 എന്താ ഇവിടെ ചെയ്തിട്ടുള്ളത്? പ്ലസ്സാണ്. അത് ഈക്വൽ ടുവിനപ്പുറം പോകുമ്പോൾ എന്തായി? 6 മൈനസ് 2 എന്ന് വന്നു, 4 കിട്ടി. c2ൻ്റെ വാല്യൂ എത്ര കിട്ടി? 4 കിട്ടി. c1ൻ്റെ വാല്യൂ എത്ര കിട്ടി? 2 കിട്ടി. ജനറൽ സൊല്യൂഷൻ നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. y ഓഫ് എക്സ് ഈക്വൽ ടു c1 ഇ റേസ് ടു എക്സ് പ്ലസ് c2 ഇ റേസ് ടു മൈനസ് എക്സ്. ഇതിൽ എന്ത് ചെയ്യുക? ഈ c1ൻ്റെയും c2ൻ്റെയും വാല്യൂ, c1 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 ഇ റേസ് ടു എക്സ് പ്ലസ് 4 ഇ റേസ് ടു മൈനസ് എക്സ്.
y of x ഈക്വൽ ടു ഈ കിട്ടിയതാണ് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ചോദിച്ചാൽ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ബേസിസ് കാണാൻ ചോദിച്ചാൽ നമുക്ക് y1 എന്ന് പറയുന്നത് e റേസ് ടു x ആണ്, y2 ഈക്വൽ ടു e റേസ് ടു മൈനസ് x ആണ്. എന്ത് ചെയ്യുക, y1 ബൈ y2 ചെയ്യുക. എന്ന് വെച്ചാൽ e റേസ് ടു എക്സ് ബൈ e റേസ് ടു മൈനസ് എക്സ്. ഡിനോമിനേറ്ററിലുള്ള ഒരു ഫംഗ്ഷൻ്റെ പവർ മുകളിലോട്ട് പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് പവറായിട്ട് മാറും. ഇവിടെ ഇത് മൈനസ് ആണെങ്കിൽ, ഓൾറെഡി ഇവിടെ ഇ റേസ് ടു എക്സ് ഉണ്ട്, ഇവിടെ മൈനസ് ആണെങ്കിൽ അത് മേലോട്ട് പോകുമ്പോൾ എന്താവും, ഇ റേസ് ടു എക്സ് ആവും. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എം ആണെങ്കിൽ എക്സ് റേസ് ടു എൻ പ്ലസ് എം ഫോമിലാണ് എഴുതാം. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ അപ്പം എന്താ വരിക, എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 2x. ഈ 2x എന്ന് പറയുന്നത് എന്തല്ല, ഒരു കോൺസ്റ്റൻ്റ് അല്ല. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ആയിരിക്കും അല്ലേ, എന്താ പറയുക, എ ബി സി അങ്ങനെയുള്ള വേരിയബിൾ ആയിരിക്കും അല്ലേ. 1 2 3 0 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കും. ഇങ്ങനെ ഒന്നും അല്ലാത്തത് കൊണ്ട് ഇതെന്തല്ല, ഒരു കോൺസ്റ്റൻ്റ് അല്ല. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇത് ബേസിസ് ആവില്ല. ഇത് കോൺസ്റ്റൻ്റ് അല്ലാത്തത് കൊണ്ട് therefore സെറ്റ് ഇ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ഫോംസ് എ ബേസിസ്. കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ അതെന്ത് ഫോം ചെയ്യും, ഒരു ബേസിസ് ഫോം ചെയ്യും. ഇത്രയാണ് ഈ പ്രോബ്ലം.